ഏറ്റവും സ്നേഹമുള്ളവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് അരുണാചൽ പ്രദേശിലെ ബന്ദർദേവ എന്ന് പറയുന്ന സ്ഥലത്തെ പരിശുദ്ധ തൃത്വത്തിന്റെ നാമത്തിലുള്ള ദേവാലയത്തിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു തൃത്വൈക ദൈവത്തിന്റെ നാമത്തിലുള്ള ഒരു ദേവാലയത്തിൽ പ്രസംഗിക്കുന്നത്, ദൈവവചനം നൽകുന്നത്. ഈ അവസരത്തിൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ 3 പ്രത്യേകതകളെ കുറിച്ചാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമുക്കറിയാം, ഈശോ നിയോഗിച്ചു, നിങ്ങൾ ജെറൂസലം വിട്ടുപോകരുത്, ഇവിടെ ആയിരിക്കണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് വഴി പെന്തക്കോസ്ത് ദിനത്തില് അവിടെ സമ്മേളിച്ചിരുന്ന എല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് 11 ശിഷ്യന്മാരുടെ മേലും പരിശുദ്ധാത്മാവ് അഗ്നിയായിട്ട് ഇറങ്ങി വന്നു. അവർക്ക് ലഭിച്ച ആ ദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ സമ്മേളിച്ചിരുന്ന എല്ലാവരോടും വിശുദ്ധ പത്രോസ് ശ്ലീഹ പറയുകയാണ്. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വചനം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, എല്ലാവരുടെ മേലും ഞാൻ പരിശുദ്ധാത്മാവിനെ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ആ നാളുകളിലെ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. അങ്ങനെ തുടർച്ചയായിട്ട് 8 തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ളതാണ് സഭയിലെ ആദ്യത്തെ പ്രസംഗമായ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് നമ്മൾക്ക് നൽകിയത്. ആ പ്രസംഗത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? അവിടെ കൂടിയിരുന്നവര് പ്രസംഗം കഴിഞ്ഞപ്പോൾ, വചനപ്രഘോഷണം കഴിഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, സഹോദരരെ, ഞങ്ങൾ എന്തു ചെയ്യണം? പത്രോസ് പ്രിയാണ്, നിങ്ങൾ അനുദപിച്ച് മാമോദീസ സ്വീകരിക്കണം. അന്ന് 3000 ജനങ്ങള് മാമോദീസ സ്വീകരിച്ചു. 11 ശിഷ്യന്മാരും ആയിരിക്കണം. 11 ശിഷ്യന്മാരാണ് ആ 3000 പേർക്ക് മാമോദീസ നൽകിയത്. ആദ്യത്തെ ക്രൈസ്തവ സമൂഹത്തിലേക്ക് അങ്ങനെയാണ് അവർ കടന്നു വന്നത്. ഈ ആദ്യമായിട്ട് കടന്നു വന്ന സമൂഹത്തിന്റെ പ്രത്യേകതകള് 3 പറയുകയാണ്. 42-ാം വചനത്തിലെ 2-ാം അധ്യായത്തില് അവർ അപ്പസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവം പങ്കെടുത്തു. അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മ, പത്രോസിന്റെ കൂടെയുള്ള 11 പേരും ഒരുമിച്ച് കൂടിയിരുന്ന ദൈവത്തെ സ്തുതിക്കും. അവരുടെ സ്തുതിയുടെ പ്രാർത്ഥനകൾ പല പ്രാർത്ഥനകളും സങ്കീർത്തനത്തിൽ നിന്നുള്ളതാണെന്ന് നമുക്കറിയാൻ കഴിയും. കാരണം ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പത്രോസ് ശ്ലീഹ 8 തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്, അപ്പസ്തോലന്മാരുടെ പ്രബോധനം, യേശുവിനെ നേരിട്ട് കാണുകയും യേശുവിന്റെ കൂടെ സഞ്ചരിക്കുകയും യേശുവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുകയും ചെയ്തവരാണ് ഈ അപ്പസ്തോലന്മാര്. ആ അപ്പസ്തോലന്മാരുടെ ആ ചൈതന്യം, ആ കൂട്ടായ്മ, അവർ യേശുവിനെ സ്വീകരിച്ചത്, യേശുവിന്റെ മരണം, ഉത്ഥാനം, ഉയർപ്പിന് ശേഷം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതും അവർക്ക് ലഭിച്ച അനുഭവങ്ങളും പറയുന്നതുമെല്ലാം ആ പ്രബോധനത്തിൽപ്പെടും. ആ പ്രബോധനം ഉൾക്കൊണ്ടുകൊണ്ട് ആ ആദിമ ക്രൈസ്തവ സമൂഹം, ആദ്യമുള്ള 3000 പേര്, പിന്നീട് ഓരോ ദിവസവും അനുദിനം ദൈവവചനം സ്വീകരിക്കുന്നവരുടെ എണ്ണം കൂടി വന്നിരുന്നു എന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഒന്നാമത്തേത് അപ്പസ്തോലന്മാരുടെ പ്രബോധനം. ഇന്ന് നമ്മുടെ സഭയിൽ നമ്മുടെ പരിശുദ്ധ പിതാവ് ലിയോ 13-ാമൻ മാർപ്പാപ്പയുണ്ട്. ആ മാർപ്പാപ്പയുടെ കീഴിൽ കർദിനാളന്മാരുണ്ട്, മെത്രാന്മാരുണ്ട്, അൽമായ പ്രേക്ഷിതരുണ്ട്, സന്യാസിനികളുണ്ട്. ഇവരുടെ എല്ലാവരുടെയും കൂട്ടായ്മയിൽ നിന്നും മാമോദീസ സ്വീകരിച്ച എത്രയോ ആളുകളാണ് ഈ അരുണാചൽ പ്രദേശിലുള്ളത്. ഇവിടെ എത്രയോ ദേവാലയങ്ങളാണ്. ഇവിടെ ഒന്നിനാണ് കുറവുള്ളൂ. ഇവിടെ പള്ളികളില്, ദേവാലയങ്ങളില് കുർബാന അർപ്പിക്കാൻ വൈദികരില്ല എന്നുള്ള വേദനയുണ്ട്. നല്ല വൈദികരെ കിട്ടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ഇപ്പോഴ് പല വൈദികരും കുർബാന അർപ്പിക്കുന്ന പല വൈദികരും 73 വയസ്സിൽ കൂടുതലുള്ള വൈദികരുണ്ട്. നല്ല വൈദികര്, വിളവധികം വേലക്കാരോ ചുരുക്കം എന്ന് യേശു പറഞ്ഞില്ലേ? വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കണം, നല്ല വേലക്കാരെ അയക്കുവാനായിട്ട്, കർത്താവിന് വേണ്ടി ജീവാർപ്പണം ചെയ്യുവാനായിട്ട്, മരിക്കുവാനായിട്ട്.
ഞാൻ ഇന്ന് പറയുന്ന ഈ ദേവാലയത്തിന് ട്രിനിറ്റി, തൃത്വത്തിന് ദേവാലയം എന്നുള്ള പേര് കൊടുത്തത് തന്നെ പ്രേം ഭായിയാണ്. അദ്ദേഹം 40,000 കിലോമീറ്ററോളം നടന്ന് 40,000-ൽ പരം ആളുകളെ ക്രിസ്തുവിന്റെ മക്കളാക്കി മാമോദീസായിലൂടെ. ആ ദൗത്യമാണ് പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന. ആ ദൗത്യം നമ്മൾ നടത്തണം. നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട്, നമ്മുടെ പ്രഘോഷം കണ്ടുകൊണ്ട്, നമ്മുടെ വചനം കേട്ടുകൊണ്ട് ആളുകളെ മാമോദീസ സ്വീകരിക്കണം. ഇന്ന് നമ്മുടെ നാട്ടിലെ വചനം പറയുന്നത് കേട്ടുകൊണ്ട് ആരെങ്കിലുമൊക്കെ വചനത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ ഈ ചെറിയ ജീവിതം കൊണ്ട് ഏതാനും ആളുകളൊക്കെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് നന്ദിയോടെ ഓർക്കുകയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം സമർത്ഥമായി ഉണ്ടാകട്ടെ. രണ്ടാമത്തെ കാര്യം, അപ്പം മുറിക്കൽ ശുശ്രൂഷ. ഇന്നത്തെ പോലെ പല റീത്തുകളില്ല. ഇന്ന് നമ്മുടെ കത്തോലിക്ക സഭയിൽ 23 സുജൂറിയസ് ചർച്ചുകളും ഒരു വലിയ സഭയുമുണ്ട്, ലാറ്റിൻ സഭ. 24 സഭകളുടെ കൂട്ടായ്മയാണ്. അവരെല്ലാവരും, ഫ്രാൻസിസ് മാർപ്പാപ്പ ഉണ്ടായിരുന്നു, ഇപ്പോൾ നമ്മുടെ മാർപ്പാപ്പ ലിയോ 13 മാർപ്പാപ്പയാണ്. ആ മാർപ്പാപ്പയുടെ സന്ദേശങ്ങളും വചനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് ലോകം മുഴുവനും അറിയപ്പെടുന്നവര് നമ്മുടെ മെത്രാനല്ല, നമ്മുടെ പരിശുദ്ധ പിതാവല്ലേ. ആ പരിശുദ്ധ പിതാവിനെ നമ്മൾ ഓർക്കാം. പിതാവിന്റെ ഓരോ വാക്കിലൂടെയും ആയിരങ്ങള് ദൈവത്തെ സ്വീകരിക്കുന്ന ആ ഒരു വലിയ ദിനം കടന്നു വരട്ടെ. അപ്പം മുറിക്കൽ ശുശ്രൂഷ. ഇന്ന് ദേവാലയങ്ങളില് എത്രയോ ആളുകളാണ് പരിശുദ്ധ കുർബാന കാണുവാനായിട്ട്, സ്വീകരിക്കുവാനായിട്ട് വരുന്നത്. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞ് അവരുടെയൊക്കെ അതരങ്ങളിൽ വെച്ചു കൊടുക്കുമ്പോൾ പ്രിയമുള്ളവരെ, കർത്താവിന്റെ അനുഭവം അവർക്ക് ലഭിക്കുകയാണ്. വിശുദ്ധ ആദ്രോപ്പി എപ്പോഴും ചെല്ലുന്ന ഒരു വചനമുണ്ടായിരുന്നു കുർബാനയ്ക്ക് ശേഷം, കുർബാന സ്വീകരണത്തിന് ശേഷം. ലോർഡ് ഓൾവേസ് സ്റ്റേ വിത്ത് മീ. കർത്താവെ നിത്യം എന്നിൽ വസിച്ചാലും, കർത്താവെ നിത്യം എന്നിൽ വസിച്ചാലും. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ രണ്ടാമത്തെ കാര്യമാണ് അപ്പം മുറിക്കൽ ശുശ്രൂഷ. ബലിപീഠങ്ങൾ ശൂന്യമാകാതിരിക്കട്ടെ. ബലിപീഠങ്ങളിൽ ഭക്തിപൂർവ്വമുള്ള ബലി അർപ്പണങ്ങൾ നടക്കട്ടെ. സഭയിലെ പ്രശ്നങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ശക്തി പകരട്ടെ. മൂന്നാമത്തേതാണ് പ്രാർത്ഥന. ഇന്നത്തെ പോലെയുള്ള പ്രാർത്ഥനയായിരുന്നോ അത്? തീർച്ചയായിട്ടും കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇവരെല്ലാവരും കടന്നു വന്നത് യഹൂദ മതത്തിൽ നിന്നാണ്. ഇന്ന് നമ്മുടെ പഴയ നിയമത്തിലെ വചനങ്ങൾ ഉച്ചരിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. ഈ പ്രാർത്ഥനയുടെ ഭാഗമാക്കി സങ്കീർത്തനങ്ങൾ ചെല്ലുന്നവരായിരുന്നു. ഞാൻ ഈ വചനം പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് എത്ര സങ്കീർത്തനങ്ങൾ മനഃപ്പാഠമാണ്? ഞാൻ ഇവിടെ വന്നതിന് ശേഷം രാജു എന്ന് പറയുന്ന ഒരു മനുഷ്യനോട്, പുള്ളിക്ക് കുറെ രോഗങ്ങൾ ഉണ്ടായിരുന്നു. ആ രോഗാവസ്ഥയിൽ ആ മനുഷ്യനൊരു എഞ്ചിനീയറാണ്. ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞത്, മകനെ നീ 121 സങ്കീർത്തനം ചെല്ലുക. കാരണം ഈ അരുണാചൽ പ്രദേശില് 1000 മലകളുണ്ട്. ഈ മലകളെ നോക്കിക്കൊണ്ട് നമുക്ക് ആ 121 സങ്കീർത്തനം ചെല്ലുവാനായിട്ട് സാധിക്കും. അവിടെ പറയുകയാണ്, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എവിടെ നിന്ന് എനിക്ക് സഹായം വരുന്നു? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാലിടറുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ഇങ്ങനെയുള്ള സങ്കീർത്തനങ്ങള് 91 സങ്കീർത്തനം, 23 സങ്കീർത്തനം കർത്താവിന്റെ ഇടയനാകുന്നു, 22 സങ്കീർത്തനം എന്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു. ഇങ്ങനെയുള്ള സങ്കീർത്തനങ്ങൾ കൂട്ടിച്ചേർത്ത് യേശുവിന്റെ അനുഭവങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട് യേശു പഠിപ്പിച്ച വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആ ശിഷ്യന്മാരെല്ലാവരും പ്രാർത്ഥിച്ചിരുന്നത്, ആ കൂട്ടായ്മ മുഴുവനും പ്രാർത്ഥിച്ചിരുന്നത്. ഇന്ന് നമുക്ക് കുറവ് വരുന്ന ഒരൊറ്റ കാര്യം, നമുക്ക് സമയമില്ല പ്രാർത്ഥിക്കാൻ. നല്ലൊരു ബലിയർപ്പിക്കുവാൻ നമുക്ക് സമയമില്ല. പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സമയമില്ല. സമയമില്ല എന്ന് കരുതുന്നവരെ, കർത്താവിന്റെ സഹായത്തോടെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ജോലി ചെയ്യുമ്പോൾ, കർത്താവ് നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്ന അനുഭവങ്ങള് ധാരാളം എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. അതുപോലെയുള്ള അനുഭവങ്ങൾ ഞാനിപ്പോൾ ഈ അരുണാചൽ പ്രദേശിലാണ്. കഴിഞ്ഞ 1 മാസമായിട്ട് ഇവിടെയുള്ള ആളുകളെ ദൈവവചനം സ്വീകരിക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുക. ഇത് വൈദികരോ സിസ്റ്റേഴ്സോ തുടങ്ങിയതല്ല, അൽമായര് തുടങ്ങിയതാ. ഖർമൂട്ടി എന്ന് പറയുന്ന പ്രദേശത്ത്, ആസാമിലുള്ള ഒരു സ്ഥലത്ത് ഒരു പയ്യൻ വന്ന് യേശുവിനെ കുറിച്ച് കേട്ടു. അവൻ അവിടെ മാമോദീസ സ്വീകരിച്ചു. പിറ്റേ ദിവസം 3 പേരെ കൂട്ടിക്കൊണ്ടുവന്നു. നടന്നു പോകണം 40-50 കിലോമീറ്ററുകൾ. അങ്ങനെ നടന്നു വന്ന്
ജനങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പടർന്ന് പന്തലിച്ചതാണ് ഈ അരുണാചൽ സഭ. ഈ കത്തോലിക് സഭ അങ്ങനെയാണ്. ശക്തമായ പീഡനങ്ങളിലൂടെ പ്രേംഭായിയും യേശുവിനെ സ്വീകരിച്ചവരും വചനം സ്വീകരിച്ചവരും കടന്നുപോയി. പീഡനമോ മർദ്ദനമോ ഒന്നും ഞങ്ങളെ വേർതിരിപ്പിക്കുകയില്ല എന്ന് പൗലോസിന്റെ വചനങ്ങള് അവരുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അവസാനം ആ വചനത്തിൽ പറയുകയാണ്, 42-ാം വചനത്തിൽ പറയുകയാണ്, സദാ താല്പര്യപൂർവം they are interested to join the അപ്പമുറിക്കൽ ശുശ്രൂഷ, പ്രാർത്ഥന, ഷെയറിംഗ്, കൂട്ടായ്മ, ഇതെല്ലാം അവർ പങ്കെടുത്തു. ഇന്ന് നമ്മുടെ സഭയ്ക്ക് കൈമോശം വരുന്ന ഈ ഒരു കാര്യമാണ്. കൂട്ടായ്മയില്ല, നമ്മുടെ സഭകളിൽ കുറഞ്ഞു വരുന്നു. വേണ്ട, വീടുകളിൽ കൂട്ടായ്മയില്ല. കൂട്ടായ്മയോടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമോ? ഒത്തിരി കുടുംബങ്ങള് മണിക്കൂറുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ എനിക്കറിയാം. ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ 3 കാര്യങ്ങളില് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രബോധനം, സഭയുടെ പിതാക്കന്മാർ നൽകുന്ന പ്രബോധനങ്ങള്, ഓർഡറുകളല്ല, പ്രബോധനം, ദൈവവചനം തുളുമ്പുന്ന അതരങ്ങളായിരിക്കണം നമ്മുടെ മെത്രാന്മാരുടെ പിതാക്കന്മാരുടെ അതരങ്ങള്, വൈദികരുടെ അതരങ്ങള്, പ്രേക്ഷിത ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ അധരങ്ങള്. രണ്ടാമത് കൂട്ടായ്മ, സ്നേഹത്തിന്റെ കൂട്ടായ്മ. പലതരത്തിലുള്ള കൂട്ടായ്മയുണ്ട്. ദൈവവചനത്തിന്റെ ഒരു കൂട്ടായ്മ നമ്മുടെ വീടുകളിലും സമൂഹങ്ങളിലും ഉണ്ടാകണം. നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ വളരെയധികം വചന പ്രഘോഷങ്ങൾ എന്റെ യൂട്യൂബിൽ ഇടുന്നുണ്ട്. എന്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ എന്നാണ്. സണ്ണി പുൽപ്പറമ്പിൽ നിങ്ങൾ അടിച്ചാൽ കാണുവാനായിട്ട് കഴിയും. കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ക്രൈസ്തവമല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ സഭയിൽ നമ്മൾ സ്വീകരിക്കരുത്, നമ്മുടെ യൂട്യൂബിൽ ഇടരുത്. എന്റെ യൂട്യൂബില് അങ്ങനെയുള്ള ഒരു വാക്ക് പോലും വരികയില്ല. ദൈവവചനവും ഏത് കാര്യം പറഞ്ഞാലും തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും എല്ലാം ദൈവവചനത്തിലാണ്. കൂട്ടായ്മയുള്ളവരാകാം. അപ്പം മുറിക്കൽ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. നമ്മൾ റീത്ത് ഏതാണെന്ന് നോക്കണ്ട. ഏത് കുർബാന കണ്ടാലും ഈശോയെയാണ് സ്വീകരിക്കുന്നത്. ലാറ്റിൻ കുർബാനയാകട്ടെ, മലങ്കര കുർബാനയാകട്ടെ, സീറോ മലബാർ കുർബാനയാകട്ടെ, നമുക്ക് ഈശോയെ സ്വീകരിക്കാം. വൈദികർ അർപ്പിച്ചത് 2000 വർഷങ്ങൾക്ക് മുമ്പ് സഹ്യോൻ മാളയില് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ യേശു സമർപ്പിച്ച ബലിയാണ്. പാദങ്ങൾ കഴുകുന്ന ഒരു ബലിയർപ്പണമാകണം, കണ്ണീരണിയുന്ന ഒരു ബലിയർപ്പണമാകണം. അതിനു വേണ്ടുന്ന കൃപാവരം തരട്ടെ. അവസാനമായിട്ട് പറയാം, സദാ താല്പര്യപൂർവം, with an interest, you have to come to the church. പ്രത്യേകമായ ഒരു താല്പര്യത്തോടെ ദേവാലയത്തിലേക്ക് കടന്നു വരിക സഹോദരങ്ങളെ. ദൈവം നിങ്ങളെ സ്പർശിക്കും. നിങ്ങളുടെ രോഗങ്ങൾ എടുത്തു മാറ്റും, നിങ്ങളുടെ തകർച്ചകൾ മാറ്റും, നിങ്ങളുടെ കടബാധ്യതകൾ മാറ്റും. നമുക്കൊരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഈ വചനം കേൾക്കുന്ന മക്കള് യേശുവിന്റെ നാമത്തിലേക്ക് ഒരുമിച്ച് വരട്ടെ. പരിശുദ്ധാത്മാവാൽ നിറയട്ടെ. അവരെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.